ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പനീർ കറിയുടെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. ചപ്പാത്തിയുടെയും പൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത്. ഏകദേശം പനീർ ബട്ടർ മസാലയുടെ ഒരു ടേസ്റ്റൊക്കെ വരും, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇപ്പോൾ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഓയിലും ബട്ടറും നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് നന്നായി മൂക്കുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ ഫ്ലെയിമിലിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ്. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളിലെ പച്ചമണം മാറുന്നത് വരെ ചെറിയ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം സൈസ് തക്കാളി ഫൈൻ പേസ്റ്റാക്കി അരച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ തക്കാളി പേസ്റ്റ് ഒരു 3-4 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴാണ് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുള്ളൂ. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ട് സൈഡിൽ എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കണം. ഒരു 200 ഗ്രാം പനീറാണ് ഞാനിവിടെ ചേർക്കുന്നത്. അത് ഫ്രോസൺ പനീറായിരുന്നു. അത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചു. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടാണ് ഞാനതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പനീർ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പനീർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 10-12 കാഷ്യൂ നട്ട്സ് ഒരു 1/4 കപ്പ് ചൂടുള്ള പാലിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കാം. അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കറിക്ക് നല്ലൊരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായിണ്ടാവില്ല, ഉലുവയിലാണ്. അത് 1 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. നന്നായിട്ട് കയ്യിലിട്ടിട്ട് ഒന്ന് പൊടിച്ചു കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഈ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കറിക്ക് കിട്ടുക. അപ്പോൾ അത് ഒഴിവാക്കരുത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ അവസാനമായിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി അല്ലെങ്കിൽ പനീർ മസാല എന്ന് എന്ത് വേണമെങ്കിലും പറയാം, ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയും പൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോഴാണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.